ഇനി നമ്മുടെ ഈ കൊച്ചി വൈറ്റിലയിൽ DJ പാർട്ടിക്കിടെ സംഘർഷമുണ്ടായി. പാർട്ടിക്കിടെ ഗുണ്ടാ സംഘങ്ങൾ യുവതിയോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്തതോടെയാണ് സംഘർഷമുണ്ടായത്. ചോദ്യം ചെയ്ത ബാർ ജീവനക്കാർക്കും ബൗൺസർമാർക്കുമാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. മരട് പോലീസ് സംഭവത്തിൽ കേസെടുക്കുന്നില്ല എന്നും പരാതിയോട് നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ കാണാം. ആദ്യം സഹിൻ ആന്റണിയുടെ സഹിൻ കൂട്ട അതിക്രമം അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോൾ മരട് പോലീസ് പറയുന്ന സാങ്കേതികത്വം എന്താണ് ഈ കേസെടുക്കുന്നതിൽ? ഇന്നലെ രാത്രി DJ പാർട്ടിക്കിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടന്നത്. ഗുണ്ടാസംഘങ്ങൾ ആ DJ പാർട്ടിയിൽ പങ്കെടുക്കാനായി അവിടെ എത്തിയിരുന്നു. അവിടെ മറ്റ് ആളുകളും DJ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അതിലൊരാൾ ഒരു യുവതിയോട് അപമര്യാദയായി പെരുമാറിയത്. ഈ പെൺകുട്ടി ഇതിനെ എതിർത്തു. ഇതോടുകൂടി ബാർ ജീവനക്കാരും ബൗൺസർമാരും ഇവരോട് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് ആ യുവതിയുമായി ഇവർ തർക്കിച്ചു. ഇതോടുകൂടി ആ ബാർ DJ പാർട്ടി അവസാനിപ്പിച്ച് എല്ലാവരെയും പുറത്തിറക്കി. ഇതിൽ പ്രകോപിതരായ ഗുണ്ടാസംഘമാണ് ബാർ ജീവനക്കാരെയും ഒപ്പം തന്നെ ബൗൺസർമാരെയും ആക്രമിച്ചത്. നഹാസ, സുനീർ, കളമശ്ശേരി മേഖലയിലുള്ള ഗുണ്ടാസംഘങ്ങളാണ്. നഹാസ, സുനീർ തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. ഇവർ 2 മാസം മുൻപ് MDMA-യുമായി ഇവർ പോലീസിൻ്റെ പിടിയിലായിരുന്നു. ഈ വ്യക്തികൾ പോലീസിൻ്റെ പിടിയിലായിരുന്നു. അതിനുശേഷം ജയിൽവാസം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് DJ പാർട്ടിയിൽ പങ്കെടുക്കുന്നതും യുവതികളോട് അപമര്യാദയായി പെരുമാറുന്നതും ഒപ്പം തന്നെ അതിനെ എതിർത്ത ആളുകളെ കായികമായി മർദ്ദിക്കുന്നതും. എന്നാൽ പോലീസിൽ പരാതി നൽകിയപ്പോൾ പോലീസ് കേസെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മരട് പോലീസാണ് കേസെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇതിൽ മർദ്ദനമേറ്റ ആളുകൾ ഇപ്പോഴും എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. സേതു. ശരി സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ കൊച്ചി വൈറ്റിലയിൽ DJ പാർട്ടിക്കിടെ സംഘർഷമുണ്ടായതുമായി ബന്ധപ്പെട്ട്